സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. സംഗീതം, ചിത്രകല, കരകൗശലം തുടങ്ങി പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് പൊതുവെ അധ്യാപക സമൂഹത്തിന്റെ പുറം പന്തിയിലാണ് സ്ഥാനം. പല സ്കൂളുകളിലും ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾക്ക് തസ്തികകൾ പോലുമില്ല. സിലബസിന്റെ ഭൂരിഭാഗവും ശാസ്ത്ര പഠനത്തിനായി മാറ്റിവെക്കപ്പെടേണ്ടതുണ്ട് എന്ന ശാഠ്യം പിടിക്കുന്ന പുതിയ വിദ്യാഭ്യാസ സങ്കല്പങ്ങളിൽ കലാപഠനം കേവലം പ്രയോജനരഹിതമായ ഒരു ദുർവ്യയമായി കണക്കാക്കുന്നു. കല പഠിപ്പിക്കുന്ന സ്പെഷ്യലിസ്റ്റ് അധ്യാപകരാകട്ടെ കോമഡി കഥാപാത്രങ്ങളായി വീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. സമൂഹ മനസ്സിലെ ഈ പൊതു ചിത്രത്തെ മാറ്റി വരയ്ക്കുന്നു. 3.5 പതിറ്റാണ്ട് ചിത്രകലാധ്യാപകനായി ജോലി ചെയ്ത് അടുത്തൂൺ പറ്റിയ ചക്കനാശ്ശേരി സന്തോഷ് മാസ്റ്ററുടെ ഗുരുപ്രഭാവം. പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലത്ത് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ കേവലം ഡ്രോയിംഗ് മാസ്റ്റർ ആയിട്ടല്ല സന്തോഷ് മാസ്റ്ററെ ഓർക്കുക, മറിച്ച് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഗണിതത്തിലെയും ഒക്കെ സങ്കീർണ തത്വങ്ങൾ എക്കാലത്തും ഓർമ്മിപ്പിക്കുന്ന ലളിത മാതൃകകളിലേക്ക് വിവർത്തനം ചെയ്യുന്ന മാന്ത്രികനായിട്ടാണ്. സേവനത്തിൽ നിന്ന് പിരിഞ്ഞ് ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടും പഠന മാതൃകകളുടെ അവസാനിക്കാത്ത ആശയങ്ങളുമായി വിദ്യാർത്ഥികളെ തേടിയെത്തുന്ന സന്തോഷ് മാസ്റ്ററുടെ ബഹുതല സ്പർശിയായ സർഗജിജ്ഞാസയാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം പുരസ്കരിക്കുന്നത്. മോട്ടർ എന്ന് പറഞ്ഞത് ഇത്ര മാത്രമേ കാര്യങ്ങളുള്ളൂ. ഒരു മാഗ്നറ്റും ഒരു കോയിലും. അത് നമ്മളെ ശക്തി കൂടുതൽ വേണ്ടി വെച്ചിട്ട് കൂടുതൽ കോയിലും വേണം കൂടുതൽ. ശരിക്കും വരയ്ക്കും. ഞാൻ ഇപ്പൊ സ്കൂളില് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാല് മിക്കവാറും ആരും ഒപ്പം പങ്കെടുക്കാണ്ടാവില്ല. എന്നുവെച്ചാല് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയില് ഉണ്ടാവാറില്ല. എന്നാലും കുറച്ചുപേരൊക്കെ പങ്കെടുപ്പിച്ചാൽ ഇത് 3 പേരുകളോട്ട് വേണം. ഇത്തിരി നാള് വരെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. എനിക്ക് സാമ്പത്തികമായിട്ടും വീട്ടിലുള്ള ഭാരം ഉള്ള ജോലികളായിട്ടും ഒക്കെ ഒന്നും പറ്റിയിരുന്നില്ല. അന്നൊക്കെ ഇത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരു പെയിന്റ് പോലും മേടിക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് പെയിന്റോ ബ്രഷോ അങ്ങനെയുള്ള മേടിക്കാൻ സ്വന്തം എന്തെങ്കിലുമൊക്കെ കൂടിയൊക്കെ വരച്ച് എടുത്ത് പരീക്ഷ പാസ്സായി. അത് എഴുതിയ പരീക്ഷകളൊന്നും തോറ്റിട്ടില്ല. സ്വന്തമായിട്ട് എഴുതിയ പരീക്ഷകൾ ആരെങ്കിലുമൊക്കെ പോയി ചോദിച്ച് പറഞ്ഞ് കേട്ട് ഇതൊക്കെയുള്ള പരീക്ഷകൾ. അല്ല വീട്ടില് വെച്ചാൽ അന്ന് ഞങ്ങൾ 8 മക്കളാണ്. എന്റെ 4ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. എന്നുവെച്ചാൽ താഴെയുള്ളതാണ് ഞങ്ങൾ 3 ആള്, ആ മക്കൾ 3 ആള്. അവരൊക്കെ പഠിക്കാൻ ഇത്തിരി മിടുക്കലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിത്തിരി മോശമായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സകല കാര്യങ്ങളും എന്നോട് പറയുള്ളൂ. ഒന്ന് പീടിക പോകണമെങ്കിൽ പോലും ഞാൻ പോകണം. അങ്ങനെ വന്നപ്പോൾ പിന്നെ പറ്റുള്ള പാർത്ത് പോയാലും പറമ്പിൽ പോയാലും ഈ പറമ്പ് നനയ്ക്കലും ഒക്കെ എന്റേത്. വേറെ ഒരാളും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ജോലി കിട്ടിയതിന് ശേഷമാണ് പിന്നെയും കുറെ ഇത് കിട്ടിയത്. അതും സാമ്പത്തികമായിട്ട് മോശമായിരുന്നു. പുള്ളിക്കാരത്തേക്കും ജോലി കിട്ടി ഒക്കെ വന്നപ്പോഴാണ് മൊത്തം നോക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കതെങ്ങനെ അനുഭവിക്കാൻ പറ്റിയില്ല. അച്ഛനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിച്ചും അങ്ങേയറ്റം ആദരിച്ചും അങ്ങനെ പറഞ്ഞ വാക്കുകൾ 1 ലക്ഷം പ്രതി ഞാൻ ഇതില്ലാണ്ട് ഞാൻ പോന്നിരുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ അച്ഛനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അച്ഛന്റെ കടാക്ഷമാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ മക്കളെ എന്നെ എല്ലാം സഹായിക്കും. ഇങ്ങനെ ഭാരപ്പണികളൊന്നും എന്നെ കൂടി ചെയ്യിക്കില്ല. എല്ലാം സഹായിച്ച് മതി. എല്ലാ പണികളും അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് അവർ പോവുള്ളൂ. ഭാരമുള്ള പണികളൊന്നും ചെയ്യിക്കില്ല. മക്കളെ കൊച്ചു മക്കളല്ലേ, 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അവന് ഇതൊക്കെ ഒരു മുഷിഞ്ഞതായിട്ട് തോന്നാറേ. എന്നാലും +2 പാരീസ് കൊല്ലം ഫസ്റ്റിന് പോയി. ഈ സ്കൂളിൽ 8ാം ക്ലാസ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ സ്റ്റേജ് കിട്ടി. പുതിയൊരു കൺസെപ്റ്റ് പോലും അങ്ങനെയാണ്. ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് ബെറ്റർ ഗൈഡായിരിക്കണം എന്നുള്ളത്. ആ നിലയ്ക്ക് മാഷ് ശരിയായൊരു ഗൈഡാണ്. കുട്ടികളിലുള്ള നല്ല വാസനകള്, പ്രാപ്തികള് കണ്ടെത്തി അതതിൻ്റെ പരമാവധിക്ക് പരിപോഷിപ്പിക്കുക. അതാണ് മാഷ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന തരത്തിൽ നിരവധി വർഷങ്ങളായി കിട്ടിപ്പോരുന്ന ഈ വർക്ക് എക്സ്പീരിയൻസ് മേളയിലുള്ള പ്രൈസുകൾ ഇത്തവണ ഞങ്ങൾക്കൊരു ഇരട്ടി മധുരമാണ്. മാഷുടെ മകളുടെ കുട്ടിക്കാണ് ഇത്തവണ സ്റ്റേറ്റ് ലെവലിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മോഡലിങ്ങിന് 1ാം സ്ഥാനം വന്നിട്ടുള്ളത്. ഒരു ഡ്രോയിംഗ് മാസ്റ്ററുടെ പെൻസിൽ രേഖാവിന്യാസത്തിലേക്ക് മാത്രമായി സന്തോഷ് മാസ്റ്ററുടെ ആവിഷ്കാര കൗതുകങ്ങൾ ഒതുങ്ങിയില്ല. സിമെന്റും മരവും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫോട്ടോഗ്രാഫിയും ബ്രാസ് എച്ചിങ്ങും ഈ കലാകാരന്റെ മാധ്യമങ്ങളായി. ഒന്നും ഇദ്ദേഹം ചിട്ടപ്പടി പഠിച്ചതല്ല. പുറം കാഴ്ചകൾക്കുള്ളിലെ കാതൽ അന്വേഷിക്കാനും അത് സ്വയം പുനരാവിഷ്കരിക്കാനുമുള്ള ത്വരയും ശേഷിയും മാസ്റ്റർ എന്നും നിലനിർത്തി. ഓട്ടോമൊബൈലിന്റെയും റേഡിയോയുടെയും
ഇലക്ട്രോണിക്സിന്റെയും ഒക്കെ പ്രവർത്തന തത്വങ്ങൾ പഠിച്ചെടുക്കാനും അവയെ പഠന മാതൃകകളായി വിവർത്തനം ചെയ്യാനും ഇദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് പ്രായോഗിക വിവേകമായിരുന്നു. മറ്റ് പ്രവർത്തനം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 35ഓളം വർക്കിംഗ് മോഡലുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബയോഗ്യാസ് പ്ലാന്റ്, നമ്മൾ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ്, ഈ കഞ്ഞിവെള്ളം, ചോറ്, ഈ മീൻ കഴിയ, മീനിന്റെ തല വേസ്റ്റ്, അങ്ങനെയുള്ള ഇറച്ചിയുടെ വേസ്റ്റ് ചെയ്യണത് എന്തും അതിലേക്കിട്ട് അതിൽ നിന്ന് ജൈവവളവും ഗ്യാസും ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. എക്സ്പ്രസ് പ്ലാന്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കല്. അപ്പൊ ദിവസം ഇപ്പൊ എനിക്ക് 3/4 മണിക്കൂർ കാലത്തും കിട്ടും, 3/4 മണിക്കൂർ വൈകിട്ടും കിട്ടും. സാധാരണ ഒരു വീട്ടിൽ വെച്ചാൽ 2 കിലോ 1.5 കിലോ ഒക്കെ വേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൻ്റെതായുള്ള ഗ്യാസും കിട്ടും, ഈ വളവും കിട്ടും. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ഈച്ചയും പുഴുവും കൊതുകും ഈ എലിയും ഒക്കെ മാന്തി നടക്കുന്ന സാധനമാണ്. അത് ഇങ്ങനെ വളമായിട്ട് കിട്ടും, വളവും ഗ്യാസായിട്ട് കിട്ടും. പിന്നെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു. അത് പഴയ ഫോട്ടോ, ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴത്തെ സെക്കൻഡ് കൊണ്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. അത് ഇപ്പോഴത്തെ അത് മറ്റേ പഴയ ഫോട്ടോഗ്രാഫി. നമ്മളെല്ലാം കൈ വർക്കായിട്ടുള്ള കൈ കൊണ്ടാണ് വർക്ക് ചെയ്തത്. പിന്നത്തെ ഞങ്ങൾ കൂട്ടാന്ന് സ്ക്രീൻ പ്രിന്റിംഗ് ആണ്.